ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവജനതയെ വീണ്ടെടുക്കാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ഇരുട്ടിൽ നടന്ന ജനം പ്രത്യാശയുടെ പ്രകാശം കണ്ടു. ആ മഹത്തായ രാത്രിയിൽ സ്വർഗം സന്തോഷത്താൽ നിറഞ്ഞു. അത്ഭുത മന്ത്രി, വീരനാഥ ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു, പൂജാകനായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യർക്ക് സമാധാനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ തന്റെ പരസ്യ ശുശ്രൂഷ വെറും 3.5 വർഷം മാത്രം നീണ്ടു നിന്നതായിരുന്നു. എങ്കിലും ലോകത്തിന്റെ ഗതിവിഗതികളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്കും ഉപദേശങ്ങൾക്കും കഴിയും. ദരിദ്രന്മാരോട് സുവിശേഷം, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടർക്ക് കാഴ്ച, പീഡിതർക്ക് വിടുതൽ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാൻ ഉള്ള അഭിഷേകം അവൻ എല്ലാ കാലത്തും നല്ല സഖിയായി നമ്മോട് കൂടെയുണ്ട്.
പടയാളികളാൽ കുറ്റവാളികളെ പോലെ അവൻ പിടിക്കപ്പെട്ടു. നിർദോഷിയും നീതിമാനുമായവൻ വിചാരണ ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അധികാരികൾ ഇതാ കൈയൊഴിയും. സ്വന്തം രക്തം ചീന്തി അവൻ നമ്മെ വീണ്ടെടുത്തു. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായി കാൽവരിയിൽ യാഗം. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും യേശുവിന്റെ രക്തത്താൽ ഹിമം പോലെ വെണ്മയാക്കും. വേണ്ടത് അവന്റെ പാദങ്ങളിലുള്ള പൂർണ്ണ സമർപ്പണം മാത്രം. ഉയർത്തി കാതുകൾ മുഴങ്ങട്ടെ, കല്ലറകൾ തുറക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ഇതാ ജയാളിയായി ഉയർത്തേക്ക്. ഇതാ അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉദ്ധിതനായിരിക്കും. കർത്താവ് താൻ ജയാളിയായി.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഏതൊരു ക്രിസ്ത്യാനികളുടെയും മഹത്വ പ്രത്യാശ അവൻ വീണ്ടും വരും എന്നതാണ്. മരിച്ചവർ ക്രിസ്തുവിൽ ഉയർന്നു, ജീവിച്ചിരിക്കുന്നവർ അക്ഷയരായ അവരോട് ചേർന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. Music truly speaks the language of the world.